ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ലൈൻ ഓർഗനൈസേഷനെ കുറിച്ചും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അതുപോലെ അതിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പാണ് ഫങ്ഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് ലൈൻ ഓർഗനൈസേഷനെയും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് അതൊക്കെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള ഫങ്ഷണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആർ അപ്പോയിൻറ്റഡ് ഇൻ ടോപ്പ് പൊസിഷൻസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കും. ഓക്കെ, പല പൊസിഷനിലായിട്ട് ഒരുപാട് സ്പെഷ്യലിസ്റ്റുകളെ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. വാരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എക്സെട്ര. ദീസ് ഫങ്ഷൻസ് ആർ പുട്ട് അണ്ടർ ദ ചാർജ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഓർഗനൈസേഷൻ്റെ എല്ലാ ഫങ്ഷനേജ് ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവില്ലേ. പർച്ചേസിങ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, അതുപോലെ ഇൻവെൻറ്ററി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഒരു ഓർഗനൈസേഷനിലുണ്ടാവും. അപ്പോൾ ഓരോ ഫങ്ഷനെയും പ്രത്യേകം ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഫങ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് അതുപോലെ പല ഫങ്ഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ തരംതിരിക്കും. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത. എന്നിട്ട് ഓരോ ഫങ്ഷനെയും ഒരു സ്പെഷ്യലിസ്റ്റിന് ചാർജ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഓരോ ഫങ്ഷനിലും ഒരു സ്പെഷ്യലിസ്റ്റിന് ചാർജ് ചെയ്യും. ആ സ്പെഷ്യലിസ്റ്റാണ് അഥവാ ഫങ്ഷണൽ എക്സ്പേർട്ട് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ആ ഫങ്ഷണൽ എക്സ്പേർട്ടാണ് അവരുടെ ഫങ്ഷൻ എന്താണോ ആ ഫങ്ഷനിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അവർക്ക് അവരുടെ ഫങ്ഷനിലുള്ളവരെ മാത്രമൊന്നല്ല അവർക്ക് അതോറിറ്റി നൽകാൻ പറ്റാം. ബാക്കിയുള്ള ഫങ്ഷൻ, അതായത് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷനും സെയിൽസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ സെയിൽസും ഫിനാൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഫങ്ഷനെ കൂടാതെ അവരുടെ ഫങ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഫങ്ഷൻസിലുള്ള എംപ്ലോയീസിനും അതോറിറ്റി നൽകാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ ഫങ്ഷണൽ ഹെഡ്സിനുണ്ട്. അപ്പോൾ ഇതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ ഓരോ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ഫങ്ഷനും ഒരു ഫങ്ഷണൽ എക്സ്പേർട്ടിനെ ഹെഡാക്കിയിട്ട് ചാർജ് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? എ ഫങ്ഷണൽ ഹെഡ് ക്യാൻ ഗീവ് ഡയറക്ഷൻസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ റിലേറ്റഡ് വിത്ത് ഹിസ് ഫങ്ഷൻ. ഒരു ഫങ്ഷണൽ ഹെഡിന് അയാളുടെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഏത് ഫങ്ഷനാണോ കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഫങ്ഷൻസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ അതോറിറ്റി നൽകാനുള്ള അധികാരം ഒരു ഫങ്ഷണൽ ഹെഡിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ നമുക്ക് അതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം അല്ലേ? കാരണം എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി അയാളുടെ ഒരു ഫങ്ഷണൽ ഹെഡിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് കേൾക്കാൻ പാടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. പക്ഷേ ഇവിടെ എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. കാരണം ഒരു എംപ്ലോയി അയാളുടെ ഫങ്ഷണൽ ഹെഡിൽ നിന്ന് മാത്രമല്ല ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നത്, അയാൾക്ക് ഏത് ഫങ്ഷണൽ ഹെഡിന് വേണമെങ്കിലും അയാൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവില്ല എന്ന് കൂടി ഓർക്കാം. കൂടാതെ ദാറ്റ് മീൻസ് സബോർഡിനേറ്റ്സ് വിൽ ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഫ്രം ഡിഫറെൻറ്റ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. സബോർഡിനേറ്റ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നും ഡയറക്ഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്താണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓരോ ഫങ്ഷനും ഓരോ ഫങ്ഷണൽ ഹെഡിനെ ചാർജാക്കിയിട്ട് വെക്കും. കൂടാതെ ഈ ഫങ്ഷണൽ ഹെഡിനെ അയാളുടെ ഫങ്ഷനിലുള്ളവരെ മാത്രമൊന്നല്ല ഭരിക്കാനുള്ള അധികാരമുള്ളൂ, അയാളുടെ ഫങ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഫങ്ഷനിലുള്ള എംപ്ലോയീസിനെയും ഭരിക്കാനുള്ള അധികാരം ഈ ഫങ്ഷണൽ ഹെഡ്സിന് ഉണ്ടായിരിക്കുമെന്നും ഓർക്കുക. അപ്പോൾ ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ദ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ എക്സെട്ര. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ആക്ടിവിറ്റീസിനും, ഓർഗനൈസേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിരിക്കും. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, പേഴ്സണൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അങ്ങനെ ഓരോ ഫംഗ്ഷനെയും പല ഫങ്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ടൈപ്പാണ്. ഓക്കെ, വളരെ സങ്കീർണമായുള്ള ഒരു ഓർഗനൈസേഷണൽ ടൈപ്പാണ്. കാരണം നമ്മൾ ഓർത്ത് തന്നെ മനസ്സിലാവും, ഒരു ഫങ്ഷണൽ ഹെഡിന് വേറെ ഫങ്ഷനിലുള്ള എംപ്ലോയീസിനെയും ഭരിക്കാൻ പറ്റും. ഈ ഒരു എംപ്ലോയിനെ കുറേ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റുകൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം കോംപ്ലക്സിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു ഒരു കോംപ്ലക്സ് ടൈപ്പ് ഓർഗനൈസേഷൻ ആണെന്ന് കൂടി ഓർക്കാം. കൂടാതെ ദർ ഈസ് സ്പെഷ്യലൈസേഷൻ ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. കാരണം ഓരോ ഫങ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ തിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും അവരുടെ ഫങ്ഷനെ മാക്സിമം വർക്ക് ചെയ്യും. ഓക്കെ, അവർ ബാക്കിയുള്ള ഫങ്ഷൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിലും അവരുടെ ഫങ്ഷനിൽ അവർ നല്ലതുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ എന്തുണ്ടാകും? സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എപ്പോഴും പ്രൊഡക്ഷനിൽ തന്നെ വർക്ക് ചെയ്യുമ്പം അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുമെന്നും ഓർക്കാം. കൂടാതെ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദ ലൈൻ എക്സിക്യൂട്ടീവ് റിസീവ്സ് ഇൻസ്ട്രക്ഷൻസ് നോട്ട് ഓൺലി ഫ്രം ഹിസ് ലൈൻ ബോസ് ബട്ട് ആൾസോ ഫ്രം വൺ ഓർ മോർ സ്പെഷ്യലിസ്റ്റ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ എംപ്ലോയീസിന് അയാളുടെ ലൈൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അയാളുടെ ലൈൻ ബോസ് ആരാണോ അവരിൽ നിന്ന് മാത്രമല്ല ഇൻസ്ട്രക്ഷൻസ് കിട്ടുക, വേറെയും ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നൊക്കെ ഇവർക്ക് ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ദർ ഈസ് നോ യൂണിറ്റി ഓഫ് കമാൻഡ്. അതാണ് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണല്ലേ, യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. ഒരു എംപ്ലോയി ഒരു ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല സ്വീകരിക്കുന്നു, ഒരുപാട് ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. അതുപോലെ ഹിയർ മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗീവൺ ടു സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ഓർ ഫങ്ഷണൽ എക്സ്പെർട്ട്. ഇവിടെ ഏറ്റവും പ്രാധാന്യം ആർക്കാണ് കൊടുക്കുക? ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുക? ഓരോ ഫങ്ഷനെയും ഭരിക്കുന്ന ആ ഒരു ഫങ്ഷണൽ ഹെഡ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ എക്സ്പേർട്ട് ഉണ്ടാവുമല്ലോ, ആ ഫങ്ഷണൽ എക്സ്പേർട്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. ഇത്രയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സ് ആണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞൊരു കാര്യമാണല്ലേ, നമ്മളുടെ പോയിന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എക്സാമിന് നിങ്ങൾ എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പോയിന്റ് കാണാതെ പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. നമ്മളത് പറഞ്ഞൂലേ, ഓരോ ഫംഗ്ഷനായിട്ട് ബേസ് ചെയ്തിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഫംഗ്ഷനും അവരുടെ ഫംഗ്ഷനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അവർക്ക് അവരുടെ ഫംഗ്ഷനിൽ എന്തായി മാറാൻ പറ്റും? സ്പെഷ്യലിസ്റ്റുകളായി മാറാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻ, ഇത്തരത്തിൽ അവരുടെ ഫംഗ്ഷനിൽ മാത്രം നല്ല സ്പെഷ്യലിസ്റ്റുകളായിട്ട് മാറുമ്പം എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പം നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും. സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും. നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരു കമ്പനിക്ക് നൽകാൻ കഴിയും. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ഹയർ എഫിഷ്യൻസി, ഇവിടെ എപ്പോഴും ഫങ്ഷണൽ ഹെഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷനെ മൊത്തം ഭരിക്കുന്ന ആളെന്ന് പറയുമ്പം അത്രയും എക്സ്പേർട്ടായിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുമ്പം ഏതെങ്കിലും ഒരു കുട്ടീനെ തിരഞ്ഞെടുത്താൽ പോരാല്ലേ, നല്ല സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നല്ല കാര്യഗൗരവമുള്ള ഒരാളായിരിക്കും നമ്മൾ ക്ലാസ്സിൻ്റെ ലീഡറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ഒരു ഫങ്ഷണൽ ഹെഡായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഇവിടെ നല്ല ഹയർ എഫിഷ്യൻസി ഉണ്ടാവും. അതായത് ഹയർ പൊസിഷനിലുള്ള എംപ്ലോയീസൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കുമെന്നും ഓർക്കാം. അതുപോലെ നോ ഓവർലോഡ് ഓഫ് വർക്ക്, മാനേജേഴ്സിന് അവരുടെ വർക്ക് ലോഡ് നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും ഈ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ. കാരണം ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റെയും ഹെഡായിട്ട് ഒരു ഫങ്ഷണൽ എക്സ്പേർട്ടിനെ നമ്മളിവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫങ്ഷണൽ എക്സ്പേർട്ട് അയാളുടെ ഫങ്ഷനിലൊക്കെ പറ്റിയുള്ള ഒരു എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അപ്പോൾ മാനേജേഴ്സിന് വലിയ ഒരു വർക്ക് ലോഡൊന്നും ഉണ്ടാവില്ല, അവർക്ക് അവരുടെ വർക്ക് ലോഡ് നല്ലതുപോലെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ മാസ് പ്രൊഡക്ഷൻ, ഇങ്ങനെ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞൂലേ സ്പെഷ്യലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിലുള്ള സ്പെഷ്യലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇവിടെ മാസ് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നല്ല സ്പെഷ്യലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന് മാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും, അതായത് നല്ലപോലെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലെക്സിബിലിറ്റി, ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷനെ നമ്മൾ ഇത്തരത്തിൽ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം ഇങ്ങനെ ഫംഗ്ഷനായിട്ട് കുഞ്ഞതായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ഓർഗനൈസേഷൻ. അതുപോലെ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, ഇവിടെ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷന് നല്ലതുപോലെ എക്സ്പാൻഡ് ആവാൻ പറ്റും, അതായത് ഓർഗനൈസേഷന് നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ പറ്റും. നല്ല സ്പെഷ്യലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും മാസ് പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ആവാതിരിക്കില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനും ഈ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഡീമെറിറ്റ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയലേഷൻ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്, നമ്മൾ പറഞ്ഞൊരു കാര്യമാണല്ലോ, ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്. നമുക്കറിയാം, ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടെങ്കിൽ അത്രയും ഒരു സബോർഡിനേറ്റിനെ മാത്രം ഒരു സുപ്പീരിയർ നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സബോർഡിനേറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും, ആ സുപ്പീരിയർക്കും വലിയ ജോലിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു സുപ്പീരിയർ കുറേ സബോർഡിനേറ്റ്സിനെ, ഏത് സബോർഡിനേറ്റ്സിനെ വേണമെങ്കിലും അവർക്ക് ഭരിക്കാം. ഈ സബോർഡിനേറ്റ്സ് ആണെങ്കിലോ കുറേ ഫങ്ഷണൽ ഹെഡ് ഉണ്ടാവും, ഇവരുടെ എല്ലാവരുടെയും ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബോർഡിനേറ്റിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്. അതുപോലെ ലാക്ക് ഓഫ് കോർഡിനേഷൻ, ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ. കാരണം ഒരു എംപ്ലോയി ഒരുപാട് ഫങ്ഷണൽ എക്സ്പേർട്ടിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നുണ്ട്. ഒരു ഫങ്ഷണൽ എക്സ്പേർട്ട് ഒരുപാട് എംപ്ലോയീസിനെ, അയാളുടെ ഫങ്ഷൻ അല്ലാതെ ബാക്കിയുള്ള ഫങ്ഷനുകളിലും അവിടെയുള്ള എംപ്ലോയീസിനെ ഇവർ ഭരിക്കുന്നുണ്ട്, അവിടെയുള്ള എംപ്ലോയീസിന് ഇവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ട് ചക്ക കുഴഞ്ഞ പോലെ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കോർഡിനേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ. അതുപോലെ കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാപാടെ അങ്ങോട്ടും കെട്ടുപിണഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എംപ്ലോയീസും സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിലൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ് അല്ലേ. നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല ഒരു എംപ്ലോയീസിന് എത്ര ബോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അതുപോലെ ഒരു ബോസിന് എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അവരുടേത് കേൾക്കുകയും ഇവരുടെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം ഇവിടെയുള്ള ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് വളരെയധികം കോംപ്ലക്സിറ്റി ഉള്ളതാണെന്നും ഓർക്കുക. അതുപോലെ കോൺഫ്ലിക്ട്സ്, അതായത് ഈ ഫങ്ഷണൽ ഹെഡായിട്ട് നിയമിക്കുക ചിലപ്പോൾ ഒരേ റാങ്കിലുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ഹെഡും അതുപോലെ സെയിൽസിൻ്റെ ഹെഡും തമ്മിൽ ഒരേ റാങ്കിലുള്ളവരായിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ ഹെഡിലുള്ള ഈ പ്രൊഡക്ഷനിൽ വന്നിട്ട് ഈ സെയിൽസിൻ്റെ മാനേജർ എക്സ്പേർട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പറയുന്നു, ഈ സെയിൽസിൽ വന്നിട്ട് പ്രൊഡക്ഷൻ്റെ എക്സ്പേർട്ട് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ റാങ്കിലുള്ളതാകുമ്പം അവരുടെ ഇടയിൽ ഒരു മത്സരം ഉണ്ടാവും, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് പിന്നീട് എന്തായി മാറാം, തർക്കങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരേ റാങ്കിലുള്ള ഫങ്ഷണൽ എക്സ്പേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തർക്കങ്ങൾ ഉണ്ടാവാൻ കാരണമാവും. അതുപോലെ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് സമയം എടുക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സബോർഡിനേറ്റ് കുറേ സുപ്പീരിയേഴ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നുണ്ട്, ഒരു സുപ്പീരിയർക്ക് കുറേ സബോർഡിനേറ്റ്സിന് ഭരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ഇവിടെ ഡിസിഷൻസ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് നല്ലോണം ഡിലേ വരുമെന്നും ഓർക്കുക. അതുപോലെ ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി ആൻഡ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഇത്രയേറെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു സുപ്പീരിയർ കുറേ സബോർഡിനേറ്റ്സിനെ ഭരിക്കുമ്പം ഈ സബോർഡിനേറ്റ്സിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകണല്ലേ. ആരോടൊക്കെ റെസ്പോൺസിബിൾ ആവണം, ഈ സെയിൽസിൻ്റെ ഹെഡ് വന്ന് എന്തൊക്കെയോ പറയുന്നു, പ്രൊഡക്ഷൻ്റെ ഹെഡ് വന്ന് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഈ സബോർഡിനേറ്റ്സിന് ഒരുപാട് എക്സ്പേർട്സിൻ്റെ അടുത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ ഡിവൈഡായി പോകുന്നുണ്ട്. അതുപോലെ അതോറിറ്റിയും ഡിവൈഡായി പോകുന്നുണ്ട് അല്ലേ. ഒരു സുപ്പീരിയർ കുറേ സബോർഡിനേറ്റ്സിനെ പോയിട്ട് ഭരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കൊക്കെ അധികാരം കൊടുക്കണമെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയായി പോകും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒന്നും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, എല്ലാതും കൂടി അങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുകയായിരിക്കും. അതുപോലെ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ആർ അപ്പോയിൻറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ലെവൽസ്, ഒരു ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് പല ഫങ്ഷണൽ ലെവൽസിലും പോയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അവിടെയൊക്കെ പോയിട്ട് അതോറിറ്റി നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് തന്നെയാണ് ഇവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. ഒരു സുപ്പീരിയർക്ക് ഏത് സബോർഡിനേറ്റ്സിനെ പോയിട്ടും ഭരിക്കാമെന്നാകുമ്പം ഇവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡീമെറിറ്റ്സിന് എല്ലാത്തിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഓർക്കേണ്ടത്.
അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻസ് ആയിട്ട് തിരിക്കുമ്പോൾ നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫംഗ്ഷൻസ് ആയിട്ട് തിരിക്കുകയാണ്. അവനവൻ്റെ ഫംഗ്ഷനിൽ മാത്രം അവനവൻ കോൺസെൻട്രേറ്റ് ചെയ്യണം, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോവാതെ അവനവൻ്റെ എംപ്ലോയീസിനെ മാത്രമായിട്ടാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം ഒരു പ്രശ്നമോ ഒരു യൂണിറ്റി ഓഫ് കമാൻഡിൻ്റെ പ്രശ്നമോ അങ്ങനെ ഒന്നും വരില്ല. നല്ല ഡിസിപ്ലിനായിട്ട് ഓർഗനൈസേഷൻ പോകും. ഇതങ്ങനെയല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, അവിടേക്കും ഇവിടേക്കും ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് എന്ന് നിങ്ങൾ ഓർക്കാം. അപ്പോൾ ഇത്രയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലൈൻ ഓർഗനൈസേഷനും ഫങ്ഷണൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈൻ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കാണുക. എങ്കിലാണ് ഈ ഡിഫറൻസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. Line organization, the authority flows from top to bottom. Functional organization, authority is functional. Functional manager has authority over his function. ലൈൻ ഓർഗനൈസേഷനിൽ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലുകളിലേക്കാണ്. നമ്മൾ ലൈൻ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്കാണ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ടോപ്പ് ടു ബോട്ടം എന്നൊന്നല്ല, ഫങ്ഷണലായിട്ടാണ് അതോറിറ്റി പോകുന്നത്. ആരാണോ ഫങ്ഷണൽ ഹെഡ് അയാൾക്ക് അവരുടെ താഴെയുള്ള സബോർഡിനേറ്റ്സിനെ, ഏത് ഫങ്ഷനിലുള്ള സബോർഡിനേറ്റ്സിനും അതോറിറ്റി നൽകാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അതുപോലെ ദർ ഈസ് ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ്. ഈച്ച് സബോർഡിനേറ്റ്സ് ഗെറ്റ്സ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഫ്രം ഹിസ് immediate superior. There is no direct chain of command. Each subordinate gets orders and directions from his boss and the functional boss. അതായത് ലൈൻ ഓർഗനൈസേഷനിൽ യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. ആ ചെയിനിലൂടെ മാത്രമേ അതോറിറ്റി പോവുള്ളൂ. പക്ഷേ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല. ഒരു ഫങ്ഷണൽ എക്സ്പേർട്ടിന് വേറെ ഫങ്ഷനിലുള്ള എംപ്ലോയീസിനെയൊക്കെ പോയിട്ട് അവർക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചെയിനിലൂടെ ഒന്നല്ല കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കമ്മ്യൂണിക്കേഷൻ പാസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഇല്ല, പക്ഷേ ലൈൻ ഓർഗനൈസേഷനിൽ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. അതുപോലെ ദർ ഈസ് നോ സ്പെഷ്യലൈസേഷൻ, ദർ ഈസ് സ്പെഷ്യലൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനിൽ അങ്ങനെ സ്പെഷ്യലൈസേഷനൊന്നും ഇല്ല, കാരണം ഇവിടെ നമ്മൾ ഫംഗ്ഷനായിട്ട് തിരിച്ചിട്ടൊന്നുമല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല, ഫംഗ്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പം അവിടെ എന്തുണ്ടാവും, സ്പെഷ്യലൈസേഷൻ അത് സഹായിക്കും. അതുപോലെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു സ്മാൾ സ്കെയിൽ ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ലൈൻ ഓർഗനൈസേഷൻ ഒരു സ്മാൾ സ്കെയിൽ ഓർഗനൈസേഷനാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക. പക്ഷേ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസിന്, വലിയ ഓർഗനൈസേഷനൊക്കെ ആയിരിക്കും ഫങ്ഷണൽ ഓർഗനൈസേഷൻ കൂടുതൽ സ്യൂട്ടബിൾ ആവുക. അതുപോലെ ദർ ഈസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, ദർ ഈസ് ലൂസ് ഡിസിപ്ലിൻ. ഈ ലൈൻ ഓർഗനൈസേഷനിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടാകും, കാരണം അവിടെ ചെയിൻ ഓഫ് കമാൻഡ് ഒക്കെ ഉണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ഡിസിപ്ലിൻ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ചെയിൻ ഓഫ് കമാൻഡ് യൂണിറ്റി ഓഫ് കമാൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിസിപ്ലിൻ കുറവായിരിക്കുമെന്നും ഓർക്കാം. അതുപോലെ there is efficient administration. There are obstacles for efficient administration because all workers received instructions from different functional managers. അപ്പോൾ ലൈൻ ഓർഗനൈസേഷനിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, കാരണം എല്ലാം നല്ല കൃത്യമായിട്ട് വൃത്തിയായിട്ട് നടന്നു പോകും. പക്ഷേ ഈ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ലേ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല, അതായത് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല, ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഹെഡ് അവിടെ പോയിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, കുറേ ഇവിടെ പോയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല, ഒരു അടുക്കും ചിട്ടയില്ലാത്ത പോലെ അഡ്മിനിസ്ട്രേഷൻ ഒട്ടും ഉണ്ടാവില്ല ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ. പക്ഷേ ലൈൻ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല, യൂണിറ്റി ഓഫ് കമാൻഡും ചെയിൻ ഓഫ് കമാൻഡും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുമെന്നും ഓർക്കുക. അതുപോലെ ഇറ്റ് പ്രൊമോട്ട്സ് ബെറ്റർ കോർഡിനേഷൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അറ്റൈൻ കോർഡിനേഷൻ ആൻഡ് ടീം സ്പിരിറ്റ്. ലൈൻ ഓർഗനൈസേഷനെ കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം യൂണിറ്റി ഓഫ് കമാൻഡും ചെയിൻ ഓഫ് കമാൻഡൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അങ്ങനെയല്ല, എല്ലാ ഫംഗ്ഷനെയും കൂടി കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം അത്രയും ഒരു ഫങ്ഷണൽ അല്ല ഒരു കോംപ്ലക്സ് ടൈപ്പ് ഓർഗനൈസേഷനാണ്. അപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നും ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ ലൈൻ ഓർഗനൈസേഷനും ഫങ്ഷണൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ 3 വീഡിയോസ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓരോ വീഡിയോ ഒരുപാട് ലെങ്തായി പോരുതെന്ന് കരുതിയിട്ടാണ് 3 എണ്ണാക്കിയിട്ട് ചെയ്തത്. അപ്പോൾ 3 ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ ഡിഫറൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ വീഡിയോസൊക്കെ കേൾക്കാം, ക്ലിയർ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്